ഓം നമഃശിവായ. ജ്യോതിഷ രത്നം ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. ഈ വീഡിയോയിൽ സൂര്യദശാകാലത്ത് ജാതകർക്ക് അനുഭവമാകുന്ന ഫലങ്ങളും ദശാകാലത്ത് മറ്റ് ഗ്രഹങ്ങളുടെ അപഹാര കാലവും ആ കാലത്ത് ജാതകർക്ക് അനുഭവമാകുന്ന ഫലങ്ങളും പറയുന്ന പുതിയ ഒരു വീഡിയോയിലേക്ക് ജ്യോതിഷ വിഷയങ്ങളോട് താൽപ്പര്യവും വിശ്വാസവും ഉള്ള ഏവരെയും ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്യുന്നു, ക്ഷണിക്കുന്നു. സൂര്യന്റെ ഇഷ്ടഭാവങ്ങളിൽ ബലവാനായി സ്ഥിതി ചെയ്യുന്ന ആദിത്യന്റെ ദശാകാലത്ത് അല്ലെങ്കിൽ സൂര്യന്റെ ദശാകാലത്ത് സന്താന ലാഭം ഉണ്ടാകുക, അർത്ഥലാഭങ്ങൾ ഉണ്ടാകുക, ഉദ്യോഗം ലഭിക്കുക, നല്ല കീർത്തിയുണ്ടാകുക, ജീവിത സുഖം അനുഭവമാകുക, ഇങ്ങനെയുള്ള ശുഭ അനുഭവങ്ങൾ ജാതകന്റെ പ്രായത്തിന്റെ സ്ഥിതിക്ക് അനുസരിച്ച് സംഭവിക്കുന്നതാണ്. എന്നാൽ ജനന സമയത്ത് അനിഷ്ട സ്ഥാനത്ത് നിൽക്കുന്ന സൂര്യന്റെ ദശാകാലത്ത് പ്രവൃത്തികളിൽ വൈകല്യമുണ്ടാകുക, മാനത്തിന് ഹാനിയുണ്ടാകുക, രോഗങ്ങൾക്ക് വിധേയനാകുക, സർക്കാരിൽ നിന്ന് ശിക്ഷയോ താക്കീതോ തുടങ്ങിയ നടപടികൾ ഉണ്ടാകുക, ജനങ്ങളുമായി വിരോധമുണ്ടാകുക, പിതാവിന് ദുരിതം ഉണ്ടാകുക തുടങ്ങിയ അനിഷ്ടങ്ങളിൽ ഏതെങ്കിലുമൊക്കെ സംഭവിച്ചു എന്ന് വരും. എല്ലാം ഒന്നും സംഭവിക്കുകയും ഇല്ല. സൂര്യൻ ലഗ്നാധിപനായിരിക്കുകയോ 10ാം ഭാവാധിപനോ 11ാം ഭാവാധിപനോ ആണെങ്കിൽ സൂര്യദശാകാലം ജാതകന് വളരെ ശോഭനമായതും അനുകൂലമായതുമായ കാലം ആയിരിക്കും. ആ സമയം ജാതകന്റെ വിദ്യാഭ്യാസ കാലം ആണെങ്കിൽ ജാതകൻ ഉന്നതമായ ബിരുദങ്ങൾ നേടുകയും അതിന് അനുസരിച്ചുള്ള ഉയർന്ന ഉദ്യോഗവും ലഭിക്കുന്നതാണ്. മേൽപ്പറഞ്ഞ ഫലങ്ങൾ ഓരോന്നും അനുഭവമാകുന്നത് ജാതകന്റെ ഏത് പ്രായത്തിൽ സൂര്യദശാകാലം വരുന്നു എന്നതിന്റെ അടിസ്ഥാനത്തിൽ ആയിരിക്കും. സൂര്യൻ ഇഷ്ടഭാവത്തിലും ഇഷ്ടരാശികളിലും നല്ല ബലവാനായി നിൽക്കുന്ന സൂര്യനടക്കം ഏത് ഗ്രഹവും ജാതകന് ശുഭഫലങ്ങൾ മാത്രമേ പ്രദാനം ചെയ്യുകയുള്ളൂ. ശുഭഗ്രഹം ആയിരുന്നാൽ കൂടി ഗ്രഹത്തിന് ബലമില്ലാത്ത അവസ്ഥയിലാണ് ആ ഗ്രഹങ്ങൾ ഉള്ളതെങ്കിൽ ജാതകന് ശുഭഫലങ്ങൾ ഒന്നും തന്നെ ലഭ്യമാകുകയും ഇല്ല. ശുഭഗ്രഹമായിരുന്നാലും അശുഭഗ്രഹമായിരുന്നാലും ബലവാന്മാരായി നിൽക്കുന്ന ഗ്രഹങ്ങൾ ജാതകന് ശുഭഫലങ്ങളും ശുഭഗ്രഹമായാലും പാപഗ്രഹമായാലും ബലമില്ലാതെ നിൽക്കുന്ന ഗ്രഹങ്ങൾ ജാതകർക്ക് അനിഷ്ട ഫലങ്ങളുമാണ് പ്രദാനം ചെയ്യുന്നത്. ഓരോ ഗ്രഹവും ആ ഗ്രഹത്തിന്റെ ദശാകാലത്തും അപഹാരകാലത്തുമാണ് ജാതകർക്ക് ശുഭങ്ങളായാലും അശുഭങ്ങളായാലും ഫലങ്ങൾ പ്രദാനം ചെയ്യുന്നത്. ഗ്രഹങ്ങൾ സ്വക്ഷേത്രത്തിൽ നിൽക്കുക, ബന്ധുക്ഷേത്രത്തിൽ നിൽക്കുക, ഉച്ചക്ഷേത്രത്തിൽ നിൽക്കുക, പാപഗ്രഹങ്ങളുടെ ദൃഷ്ടിയോ യോഗമോ ഇല്ലാതെ നിൽക്കുക, ശുഭഗ്രഹങ്ങളുടെ ദൃഷ്ടിയോ യോഗമോ ഉണ്ടായിരിക്കുക തുടങ്ങിയ കാര്യങ്ങൾ ഉണ്ടെങ്കിൽ ഗ്രഹങ്ങൾക്ക് സാമാന്യമായ ബലം ഉണ്ടായിരിക്കുകയും ഗ്രഹങ്ങൾ തൻ്റെ ശത്രുക്ഷേത്രത്തിൽ നിൽക്കുക, നീചത്തിൽ നിൽക്കുക, മൗഢ്യത്തിൽ നിൽക്കുക, പാപമദ്യം, പാപയോഗം, പാപദൃഷ്ടി മുതലായ ബലഹീന അവസ്ഥകളിൽ ഗ്രഹം ദുർബലമാകുകയും ജാതകന് ശുഭഫലങ്ങൾ ഒന്നും തന്നെ നൽകുവാൻ പ്രാപ്തിയില്ലാതെ വരികയും ചെയ്യും. ഈ അടിസ്ഥാന കാര്യങ്ങളുടെ സാഹചര്യം അനുസരിച്ചായിരിക്കും ജാതകന് ഗ്രഹങ്ങൾ ശുഭഫലങ്ങളും അശുഭഫലങ്ങളും പ്രദാനം ചെയ്യുന്നത്. അടുത്തതായി സൂര്യദശയിലെ അഥവാ ആദിത്യദശയിലെ മറ്റ് ഗ്രഹങ്ങളുടെ അപഹാരകാലത്ത് ജാതകർക്ക് അനുഭവമാകുന്ന ഫലങ്ങൾ പറയാം. ജാതകന് സൂര്യദശ തുടങ്ങുന്ന സമയത്ത് ആദ്യം സൂര്യന്റെ അപഹാരകാലം തന്നെയാണ്. ജ്യോതിഷ ഭാഷയിൽ
സ്വ അപഹാരം എന്ന് പറയും. സൂര്യദശാകാലം ആകെ 6 വർഷമാണ് ജാതകന് ഉണ്ടാകുന്നത്. സൂര്യൻ്റെ സ്വാപഹാരം വരുന്നത് 3 മാസവും 18 ദിവസവും ആണ്. അതായത് സൂര്യദശ തുടങ്ങി ആദ്യത്തെ 3 മാസവും 18 ദിവസവും സൂര്യദശയിലെ സൂര്യൻ്റെ തന്നെ അപഹാര കാലമാണ്. ഇതാണ് സ്വാപഹാരം. ഈ കാലത്ത് ജാതകന് ഇടപാടുകളിൽ നിന്ന് ധനലാഭം ഉണ്ടാകുക, വിദേശങ്ങളിൽ സഞ്ചരിക്കുക അല്ലെങ്കിൽ താമസിക്കുക, വനപ്രദേശങ്ങളിൽ സഞ്ചരിക്കുക അല്ലെങ്കിൽ വനപ്രദേശങ്ങളിൽ താമസിക്കുക, മനോദുഃഖങ്ങൾക്ക് ഇടയാകുക തുടങ്ങിയ ഫലങ്ങളാണ് ജാതകർക്ക് ഈ കാലത്ത് വരുന്നത്. ഗ്രഹസ്ഥിതി അനുസരിച്ച് സൂര്യൻ ബലവാനായിരുന്നാൽ മേൽപ്പറഞ്ഞ കാര്യങ്ങൾക്ക് ശുഭഫലങ്ങളും ബലഹീനൻ ആയിരുന്നാൽ അശുഭ ഫലങ്ങളും ഉണ്ടാകും. അടുത്തു വരുന്ന 6 മാസക്കാലം സൂര്യദശയിലെ ചന്ദ്രന്റെ അപഹാര കാലമാണ്. ഈ കാലത്ത് ഇടപാടുകളിൽ നിന്ന് ധനലാഭം ഉണ്ടാകുക, സജ്ജനങ്ങളുമായി സഹവസിക്കുവാൻ ഇടയാകുക തുടങ്ങിയ ഫലങ്ങളായിരിക്കും വരുന്നത്. ഇവിടെയും ചന്ദ്രൻ ബലവാനായിരുന്നാൽ ധനലാഭം പോലെയുള്ള നല്ല ഫലങ്ങളും, ചന്ദ്രന് ബലമില്ലാതെ ഇരുന്നാൽ ധനനഷ്ടം പോലെയുള്ള അനിഷ്ട ഫലങ്ങളും പ്രതീക്ഷിക്കണം. ഇതാണ് ചന്ദ്രന്റെ അപഹാരകാലത്തെ ഫലങ്ങൾ. അടുത്തു വരുന്ന 4 മാസവും 7 ദിവസവും സൂര്യദശയിലെ ചൊവ്വയുടെ അപഹാര കാലമാണ്. ഈ കാലത്ത് ധനലാഭം, ഉദ്യോഗം ലഭിക്കുക അല്ലെങ്കിൽ ഉദ്യോഗം സ്ഥിരപ്പെട്ട് കിട്ടുക, സഞ്ചാരം തുടങ്ങിയ ഫലങ്ങളാണ്. ഇവിടെയും ചൊവ്വയുടെ ബലം ശുഭ അശുഭ ഫലങ്ങൾക്ക് വഴിവയ്ക്കുന്നതാണ്. അടുത്തു വരുന്ന 10 മാസം 24 ദിവസം രാഹുവിൻ്റെ അപഹാരകാലമാണ്. സൂര്യദശാകാലത്തെ രാഹു അപഹാരം. ഈ കാലത്ത് അപ്രതീക്ഷിതമായ മരണഭയം, ദുസ്സഹമായ തലവേദന, സ്ഥാനഭ്രംശം, ശത്രുക്കളിൽ നിന്ന് ശല്യം തുടങ്ങിയ അശുഭങ്ങളാണ് ഉണ്ടാകുന്നത്. രാഹു ഇഷ്ടഭാവസ്ഥിതനും ബലവാനും ആണെങ്കിൽ ജാതകർക്ക് മേൽ പറഞ്ഞതായ അശുഭ ഫലങ്ങൾ ഒന്നും തന്നെ സംഭവിക്കുകയും ഇല്ല. അടുത്ത 9 മാസം 18 ദിവസം വ്യാഴത്തിൻ്റെ അപഹാരകാലമാണ്. സൂര്യദശയിലെ വ്യാഴത്തിൻ്റെ അപഹാരം. ഈ കാലത്ത് ജാതകന് എല്ലായിടത്തു നിന്നും ബഹുമാനം ലഭിക്കുക, ഇടപാടുകളിൽ നിന്ന് നല്ല ധനലാഭം ഉണ്ടാകുക, സജ്ജനങ്ങളുമായി സഹവസിക്കുവാൻ ഇടയാകുക, മനസ്സിൽ സന്തോഷവും സംതൃപ്തിയും ഉണ്ടാകുക തുടങ്ങിയ നല്ല ഫലങ്ങൾ ഉണ്ടാകും. ഈ ശുഭഫലങ്ങൾ വന്ന് ഭവിക്കണമെങ്കിൽ വ്യാഴത്തിന് ബലമുണ്ടായിരിക്കണം എന്ന് പ്രത്യേകം പറയേണ്ടതില്ലല്ലോ. അടുത്ത 11 മാസവും 12 ദിവസവും ശനിയുടെ അപഹാരകാലമാണ്. സൂര്യദശയിലെ ശനിയുടെ അപഹാരകാലം. ഈ കാലത്ത് കാര്യങ്ങളിൽ അലസത കാണിക്കുക, സഹപ്രവർത്തകരുടെ വിരോധം സമ്പാദിക്കുക, എന്തു ചെയ്താലും കാര്യസാധ്യം ഇല്ലാതെ ഇരിക്കുക തുടങ്ങിയ അശുഭങ്ങൾ ഉണ്ടാകും. ശനി ബലവാനാണെങ്കിൽ ഈ അശുഭങ്ങളും വന്ന് ഭവിക്കുകയില്ല. അടുത്ത 10 മാസവും 9 ദിവസവും സൂര്യദശയിലെ ബുധന്റെ അപഹാരകാലമാണ്. ഈ കാലത്ത് ജാതകന് ഒരു കാര്യത്തിലും ഉത്സാഹമില്ലാതെ വരിക, പലവിധങ്ങളായ ദുഃഖങ്ങൾ മനസ്സിനെ അലട്ടുക, ധനത്തിന് നാശം സംഭവിക്കുക, അല്പമാത്രമായ സുഖം എന്തെങ്കിലും ലഭ്യമാകുക തുടങ്ങിയ അശുഭങ്ങളാണ് സംഭവിക്കുന്നത്. ബുധൻ ബലവാനായി നിൽക്കുന്ന ജാതകർക്ക് ഇങ്ങനെയുള്ള അശുഭങ്ങളും സംഭവിക്കുവാൻ തീരെ സാധ്യതയില്ല. അടുത്ത 4 മാസവും 5 ദിവസവും സൂര്യദശാകാലത്തെ കേതു അപഹാര കാലമാണ്. ഈ കാലത്ത് ജാതകന്റെ കണ്ണുകൾക്ക് അസുഖം ബാധിക്കുക, മനോദുഃഖങ്ങൾ ഉണ്ടാകുക, നിരാശ ബാധിക്കുക തുടങ്ങിയ അശുഭങ്ങളായിരിക്കും ജാതകന് ഉണ്ടാകുന്നത്.
ഇങ്ങനെ സംഭവിക്കണമെങ്കിൽ കേതു പാപരാശിയിലും അനിഷ്ട സ്ഥാനങ്ങളിലും മറ്റും സ്ഥിതി ഉണ്ടാകുകയും പാപദൃഷ്ടിയോ പാപയോഗമോ തുടങ്ങിയ അശുഭങ്ങളും ഉണ്ടായിരിക്കുകയും വേണം. അടുത്തുവരുന്ന ഒരു വർഷം സൂര്യദശയിലെ ശുക്രാപഹാര കാലമാണ്. ഈ കാലത്ത് ഇടപാടുകളിൽ നിന്ന് നല്ല ധനലാഭം ഉണ്ടാകുക, ചീത്ത സ്ത്രീകളുമായി കൂട്ടുകെട്ടും സഹവാസവും ജാതകന് ഉണ്ടാകുക, ഉദ്യോഗ സംബന്ധമായ ഉയർച്ച ഉണ്ടാകുക തുടങ്ങിയ കാര്യങ്ങളാണ് സംഭവിക്കുന്നത്. ഇവിടെയും ശുക്രന്റെ ബലാബലങ്ങൾ ശുഭ അശുഭ ഫലങ്ങളുടെ അടിസ്ഥാനം ആയിരിക്കുന്നതാണ്. ഇതോടുകൂടി ജാതകന്റെ സൂര്യദശാകാലം, അതായത് 6 വർഷം അവസാനിക്കുകയും തൊട്ടടുത്ത ദശാകാലമായ ചന്ദ്രദശാകാലം ആരംഭിക്കുകയും ചെയ്യും. സൂര്യദശാ ഫലങ്ങളും മറ്റ് ഗ്രഹങ്ങളുടെ അപഹാര ഫലങ്ങളും ശ്രദ്ധിച്ച എല്ലാവർക്കും നന്ദി, നമസ്കാരം. തലക്കുറി, ജാതകം, വിവാഹ പൊരുത്തം, മുഹൂർത്തം, പ്രശ്നം തുടങ്ങിയ ജ്യോതിഷ സംബന്ധമായ എല്ലാവിധ സേവനങ്ങൾക്കും 9605232894 എന്ന ഫോൺ നമ്പറിലോ വാട്സപ്പിലോ ബന്ധപ്പെടുവാൻ അഭ്യർത്ഥിക്കുന്നു. സ്നേഹപൂർവം മോഹനൻ ജ്യോത്സ്യർ, ജ്യോതിഷ ആചാര്യ. ഓം നമഃ ശിവായ.